മന്ത്രി അബ്ദുറഹ്മാൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര പണം പോയി, അവരുടെ താല്പര്യക്കാർ എത്ര പണം ഉണ്ടാക്കി, ഈ പറയുന്ന സ്പോൺസറും ഈ പറയുന്ന ആളുകളൊക്കെ ഏതെല്ലാം രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ പറയുന്ന സ്പോൺസറെ പിന്നെ കണ്ടില്ലല്ലോ. വലിയ വായിൽ 2-3 പത്രസമ്മേളനം നടത്തി മെസ്സി ഇപ്പോൾ വരും, നാളെ വരും, മറ്റന്നാൾ വരും, മെസ്സി വന്നാൽ മെസ്സി വരും, മെസ്സി ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സി എവിടെ പോയി, പറഞ്ഞ സ്പോൺസർ എവിടെ പോയി? ഒരാളുമില്ല. ഈ പിണറായി ഭരണത്തിന് കീഴിൽ ഈ സ്റ്റേഡിയം കൂടി പോകാതിരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യമാണ്. ഇതുകൂടി ആ ഭരണത്തിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നോടിയായി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് മെസ്സിയുടെ പേരിൽ നടത്തിയത്. കേരളത്തിലെയും ലോകത്തെയും ഫുട്ബോൾ ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട ലോകത്തിലെ ഐതിഹാസിക ഫുട്ബോൾ മാന്ത്രികൻ്റെ പേരിൽ അദ്ദേഹമോ അല്ലെങ്കിൽ അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഒന്നും അറിയാതെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് മെസ്സിയുടെ പേരിൽ കേരളത്തിലെ പിണറായി സർക്കാരും അതുപോലെ തന്നെ കായിക വകുപ്പ് മന്ത്രിയും ഒരു ചാനൽ മേധാവിയും നടത്തിയത്. എന്ത് മര്യാദകേടാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഒരു സുപ്രഭാതത്തിൽ GCDയുടെ കൈവശമുള്ള ഈ സ്റ്റേഡിയം യാതൊരു തരത്തിലുള്ള രേഖയുമില്ലാതെ വന്ന് ഏറ്റെടുക്കുന്നു. പിന്നീട് വലിയ പ്രക്ഷോഭവും സമരവുമൊക്കെ ആയപ്പോൾ രേഖ ഉണ്ടാക്കുന്നു. അതിൽ തന്നെ അവ്യക്തമായ ഒരു ധാരണയാണ് അന്നുണ്ടാക്കിയത്. ഇവിടെ ചുറ്റുമതിൽ നിർമ്മാണ പ്രവർത്തനം, ഇവിടെ മരം വെട്ടുന്നു, ഇവിടെ ഗേറ്റ് നിർമ്മിക്കുന്നു, സ്റ്റേഡിയത്തിലെ കസേരകൾ മുഴുവൻ അഴിച്ചു മാറ്റുന്നു, സ്റ്റേഡിയം പെയിൻറ് ചെയ്യുന്നു. എന്തൊക്കെ കോലാഹലമാണ് നടന്നത്. 70 കോടി രൂപ മുടക്കി ചെയ്യുമെന്നാണ് പറഞ്ഞത്. എത്ര ദിവസം കൊണ്ട്? നിസ്സാര ദിവസം കൊണ്ട് 70 കോടി പോയിട്ട് എത്ര രൂപ ഇവിടെ മുടക്കിയെന്ന് എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എവിടെ നിന്നാണ് ഈ പണം? ആരുടെ പണമാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചെയ്യാമെന്ന് പറഞ്ഞ പ്രവർത്തികൾ പൂർത്തീകരിക്കാതെ ഈ സ്പോൺസറും അതുപോലെ തന്നെ ഈ GCDയും എല്ലാവരും കൈമലർത്തി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയുക? വലിയ സ്റ്റേഡിയമാണ്, അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ്. ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം നടത്തിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ്. കരുണാകരൻ നിർമ്മിച്ച ഒരു സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനെതിരെ സമരം നടത്തുകയും വലിയ വായിൽ ഇതിനെതിരായി പ്രസംഗിക്കുകയൊക്കെ ചെയ്തവരാണ്. പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ ഈ സ്റ്റേഡിയം തങ്ങളുടെ താല്പര്യക്കാർക്ക് കൈമാറാനുള്ള നടപടികൾ സ്വീകരിച്ചത് ഇരുട്ടിൻ്റെ മറവിൽ. ഇത് വലിയ ക്രമക്കേടാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ കള്ളപ്പണം ഇടപാടാണ് ഇതിൻ്റെ പിന്നിൽ നടന്നത്. കേരളത്തിലെ കായിക പ്രേമികളെയും കേരളത്തിലെ ജനങ്ങളെയും വിഡ്ഢികളാക്കി കോടിക്കണക്കിന് രൂപ ഈ സ്റ്റേഡിയത്തിൻ്റെ മറവിൽ മെസ്സിയുടെ പേരിൽ കള്ളപ്പണം ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ. അതുമാത്രമല്ല, ഈ സ്റ്റേഡിയം കൈക്കലാക്കാനുള്ള ശ്രമവും അതിൻ്റെ പിന്നിലെല്ലാം നടന്നിരിക്കുകയാണ്. ഇത് ഈ സർക്കാർ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരാണ് ഇതിന് പണം മുടക്കിയത്? ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? മന്ത്രി അബ്ദുറഹ്മാൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര പണം പോയി, അവരുടെ താല്പര്യക്കാർ എത്ര പണം ഉണ്ടാക്കി, ഈ പറയുന്ന സ്പോൺസറും ഈ പറയുന്ന ആളുകളൊക്കെ ഏതെല്ലാം രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ പറയുന്ന സ്പോൺസറെ പിന്നെ കണ്ടില്ലല്ലോ. വലിയ വായിൽ 2-3 പത്രസമ്മേളനം നടത്തി മെസ്സി ഇപ്പോൾ വരും, നാളെ വരും, മറ്റന്നാൾ വരും, മെസ്സി വന്നാൽ മെസ്സി വരും, മെസ്സി ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സി എവിടെ പോയി, പറഞ്ഞ സ്പോൺസർ എവിടെ പോയി? ഒരാളുമില്ല. ഇതൊക്കെ തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ നടന്നത്. ഇത് കേരളമാണ്, ജനാധിപത്യ കേരളമാണ്. അവർക്ക് തെറ്റിപ്പോയി. പിണറായി സർക്കാരിൻ്റെ എക്കാലത്തെയും സംരക്ഷണം ഉണ്ടാകും എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രമക്കേടുകളും തട്ടിപ്പുകളും എല്ലാം നടന്നത്. പക്ഷേ ഇത് നടന്നത് എറണാകുളത്തും ആയിപ്പോയി. ഞങ്ങളിവിടെ അതറിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ ഈ സ്റ്റേഡിയത്തിനകത്തുനിന്ന് കയറി ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പിട്ടാണ് കേസെടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് കയറി സ്റ്റേഡിയത്തിൽ പൊളിച്ചിട്ട കസേരകൾ കണ്ടു. ഈ സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏതെല്ലാം രീതിയിലാണ് നടക്കുന്നതെന്ന് ഞങ്ങളൊന്ന് നോക്കി. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് സ്റ്റേഡിയം തകർത്ത് കളയാൻ ശ്രമിച്ചവരാണ്. ഇവിടെയുള്ള ആളുകളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ഇനി ഇല്ലാത്ത വകുപ്പുകളൊന്നുമില്ല. ഇതാണ് ഈ അഴിമതി ചൂണ്ടിക്കാണിച്ച ഞങ്ങൾക്കെതിരായിട്ടുള്ള കുറ്റം. അപ്പം ഞങ്ങൾ അഴിമതി ചൂണ്ടിക്കാണിച്ചതും ഈ സ്റ്റേഡിയം കൈക്കലാക്കാൻ ശ്രമിച്ച ഈ ഇരുട്ടിൻ്റെ മറവിലുള്ള ഈ ധാരണയും പുറത്ത് പറഞ്ഞതാണോ കുറ്റം? ഇതിൻ്റെ പേരിൽ കള്ളപ്പണം ഇടപാട് നടത്തി ഈ സ്റ്റേഡിയം കൈക്കലാക്കാൻ ശ്രമിച്ച ഈ കാട്ടുകള്ളന്മാരായിട്ടുള്ള ആളുകൾ, മരം വെട്ടുകാരായിട്ടുള്ള ആളുകൾ, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒന്ന്. അത് ഈ സർക്കാർ മനസ്സിലാക്കി സമഗ്രമായ ഒരു അന്വേഷണം നടത്തി അവർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്.